എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വുഡ് വാർണിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അത്രയും എഫക്റ്റീവ് ഒന്നും ആയിരിക്കില്ല. പക്ഷേ നമുക്ക് ആ ഒരു കളർ ഉണ്ടല്ലോ, ആ ഒരു കളർ നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും, വുഡിൻ്റെ കളറ്. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് വിനെഗറാണ്, അതായത് സുർക്ക എന്നൊക്കെ പറയില്ലേ, അതാണ്. അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒലിവ് ഓയിലാണ്. പിന്നെ നമ്മളൊരു ഹാഫ് ലെമണാണ് എടുക്കുന്നത്, അതായത് നമ്മുടെ പുളിനാരങ്ങയുടെ നീര്. അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ എണ്ണയും ഈ രണ്ട് ലിക്വിഡും മിക്സ് ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക, ഒരു വാർണിഷിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. ഇനി ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ച് തരാം. അപ്പോൾ ഇതൊരു ചിരട്ടയാണ്, ക്ലീൻ ചെയ്ത് സാൻഡ് പേപ്പർ വെച്ച് ക്ലീൻ ചെയ്ത ഒരു ചിരട്ടയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ച വാർണിഷ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിരട്ടയുടെ കളറ് കാണുന്നുണ്ടല്ലോ, ആ കളറ് ഇപ്പം ഈ വാർണിഷ് അപ്ലൈ ചെയ്ത് കഴിയുമ്പം, അതായത് വാർണിഷ് ചിരട്ട അബ്സോർബ് ചെയ്യും. അതിന് ശേഷം ഇതിൻ്റെ കളറ് നിങ്ങൾ നോക്കിയുള്ളൂ, ഒരു ബ്ലാക്കിഷ് കളറായിട്ട് മാറും. അപ്പം നമുക്ക് നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ വേണമെങ്കിൽ ഇനി പിന്നെയും അതായത് ഒരു കോട്ടും കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ചിരട്ടയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, പുറത്തും ഉള്ളിലും ഒക്കെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ചിരട്ടയിലെ ഒരു കോട്ട് അവിടെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് അബ്സോർബ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു സ്പൂണിലും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതൊരു വുഡൻ സ്പൂണാണ്, അപ്പോൾ അതിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിഫറൻസ് ശരിക്കും മനസ്സിലാവുന്നുണ്ടാവും. നല്ല ഭംഗിയിൽ വരുന്നുണ്ട്. പിന്നെ ഇത് എന്താ പറയുക, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുക്കിങ്ങിലൊക്കെ ഇത് യൂസ് ചെയ്യാം, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ വാർണിഷ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം എക്സ്ട്രാ എന്തെങ്കിലും പുറത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തുടച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പൂണിൻ്റെ കളർ നോക്കി എന്തൊരു ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. അതേപോലെ തന്നെ ചിരട്ടയും ഇത് അബ്സോർബ് ചെയ്ത് കഴിയുമ്പം കളറ് മാറിയിട്ട് ഇതാ ഒരു ബ്ലാക്കിഷ് കളറായിട്ടുണ്ട്. ഈ പുറത്തെ ഭാഗത്ത് നമ്മൾ ഒന്നും കൂടെ കോട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ബ്ലാക്ക് ആവും. അതായത് എത്രത്തോളം വാർണിഷ് ഈ ചിരട്ട അബ്സോർബ് ചെയ്യുന്നോ അത്രയും ഡാർക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പം ബ്ലാക്ക് കളറൊക്കെ ചിരട്ട വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 കോട്ടൊക്കെ അടിച്ച് കഴിയുമ്പോൾ നമുക്കിത് കിട്ടും. ഇനി ഇത് അബ്സോർബ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തൊട്ട് നോക്കിയാൽ അറിയാം, എണ്ണയൊന്നും കയ്യിലാവുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.